പുസ്തകം 69 അധ്യായം അതിന്റെ 30 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയെക്കാളും പ്രസാദമാകും. സ്തോത്രം. ഹാലേലൂയ. അതിനു മുന്നേ ദാവീദ് പറയുന്നതിന് മുന്നേ ദാവീദ് പ്രസക്തമായിട്ട് പറയുന്ന ഒരു വേദഭാഗം അവിടെ കാണുന്നുണ്ട്. ആ സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ 9 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്നെ മേൽ വീണിരിക്കുന്നു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. സ്തോത്രം. ഹാലേലൂയ. ദാവീദിനെ സംബന്ധിച്ച് നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹാലേലൂയ. അത്രമാത്രം കർത്താവിനെ തന്റെ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ ഹാലേലൂയ ദൈവത്തെയും ദൈവത്തിന്റെ ആലയത്തെയും അല്ലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹാലേലൂയ സ്തോത്രം അതിനു മുൻപിൽ തടസ്സമായിട്ട് തന്റെ ജീവിതത്തിൽ ഒന്നും വരാതെ വണ്ണം അത്രയും കർത്താവിനെ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അപ്പോൾ തന്നെ തന്റെ ആലയത്തെക്കുറിച്ച് ഹാലേലൂയ, ദൈവ ആലയത്തെക്കുറിച്ച് ഹാലേലൂയ അത്രയും ഭാരത്തോടെ അതിനെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞെന്നാ പറയുന്നത്. സ്തോത്രം. അതിനു മുമ്പ് ഞാൻ ഒന്നുമില്ല, അതെന്നെ ഇറ്റ് ഈസ് ഈറ്റൻ മീ. ഹാലലൂയ. അങ്ങനെ അതിൽ ഞാൻ വീണുപോയി. ഹാലലൂയ. അത്രമാത്രം കർത്താവിനോടുള്ള ബന്ധത്തില് ദൈവ ആലയത്തെക്കുറിച്ചുള്ള എരിവ് തന്നെ തിന്നു കളഞ്ഞെന്ന് പറയാനായിട്ട് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ യേശു കർത്താവ് ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മർക്കോസിന് സുവിശേഷം 11 അധ്യായം അതിന്റെ 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നത്, യെരൂശലേം ദേവാലയത്തിൽ യേശു കർത്താവ് പ്രവേശിച്ചിട്ട് അവിടെ യാഗങ്ങൾക്കായിട്ട് മൃഗങ്ങളെയും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ പുറത്താക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കച്ചവടക്കാരവിടെ ഉണ്ടായിരുന്നു. അവരുടെ നാണയമാറ്റക്കാരവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ കസേരയൊക്കെയും കർത്താവ് മറിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ്, കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്റെ ആലയം ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചന്തയായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് പ്രാർത്ഥന ആലയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന ആലയം എന്നാണ് എന്റെ ആലയത്തിന്റെ പേര്. അതുകൊണ്ട് അതിനൊരു കച്ചവട സ്ഥലമായിട്ട് ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് ഉപയോഗിക്കരുതെന്ന് കർത്താവടെ പറഞ്ഞ് അവിടെ വാങ്ങുന്നവരെ വിൽക്കുന്നവരെല്ലാം അവരെല്ലാം അടിച്ചു പുറത്താക്കി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് മുന്നുള്ള ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ, ഒരു ശ്രദ്ധേയമായ ഒരു ഉപമ, ഫലം കഴിക്കാത്ത അത്യവൃക്ഷത്തെ ശപിച്ച ശേഷമൊക്കെയാണ് കർത്താവ് ദേവാലയത്തിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഒരു കാര്യം അവിടെ പ്രസക്തമാണ് ദൈവമക്കളെ. കർത്താവിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഹാലലൂയ, കർത്താവിന്റെ ശ്രദ്ധ എപ്പോഴും യേശുവിന്റെ രാജ്യം എന്ന് പറയുന്നത് എപ്പോഴും അതായത് ആത്മീക രാജ്യമായിരുന്നു. ഒരു രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഒരു കച്ചവട സംബന്ധമായ അങ്ങനത്തെ ഒരു മോറ്റീവ് ആയിരുന്നല്ല യേശു കർത്താവിന് ഉണ്ടായിരുന്നത്. അത് തന്നെ ദാവീദ് ഇവിടെ പറയുന്നത്. സ്തോത്രം. തന്റെ ആലയത്തെ ഒരു കൂട്ടം ആളുകൾ നശിപ്പിക്കുമ്പോൾ സ്തോത്രം അല്ല ഈ ദൈവാലയത്തിന്റെ പ്രസക്തിയെ ഇല്ലാതാക്കി കളയുമ്പോൾ ദാവീദിന്റെ ഉള്ളം വേദനിക്കുക. സ്തോത്രം. ദാവീദ് അവിടെ നിന്ന് കരയുക, ഉപവാസം എടുക്കുക, ആത്മതപനം ചെയ്യുക. സ്തോത്രം. ലാസ്റ്റ് ദാവീദ് കണ്ടുപിടിച്ചൊരു കാര്യം, ഞാൻ കർത്താവിനെ സ്തുതിക്കും, ഞാൻ ദൈവത്തിന് സ്തോത്രത്തോടെ നന്ദി കരയേറ്റും. അത് കാളയെക്കാളും മൂരിയെക്കാളും എല്ലാ യാഗത്തെക്കാളും വലിയതാണെന്ന് ദാവീദ് മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനാ കർത്താവ് ആലയത്തിൽ അവിടെ വിൽക്കുകയും വാങ്ങുകയും അല്ല കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ കർത്താവ് എന്തിനാ പുറത്താക്കിയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയത്, നിങ്ങളുടെ മനസ്സിൽ എന്താ ആശയം വരുന്നത്? സ്തോത്രം. ആ സമയത്ത് നമുക്കറിയാം യാഗത്തിന് വേണ്ടിയിട്ടാ അവർ മൃഗങ്ങളെയൊക്കെ അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അവരുടെ ഭവനത്തില് മൃഗങ്ങൾ ഇല്ലാത്തവരൊക്കെ ഇവിടെ വരുമ്പോ ആലയത്തിൽ നിൽക്കുന്നവരടുത്തുനിന്ന് മേടിക്കുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് പൈസ അല്ലെങ്കിൽ നാണയങ്ങളൊക്കെയും ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 30:13 മോശയോട് കർത്താവ് പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു അറ്റോൺമെന്റ് ആയിട്ട് നാണയത്തെ അല്ലെങ്കിൽ പൈസയെ കൊടുക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. ഓരോ വ്യക്തിയെയും ദൈവനാമത്തിൽ എണ്ണപ്പെടണമെങ്കിൽ ഓരോ വ്യക്തിയും വിശുദ്ധ വഴിപാടായിട്ട് ചെറിയ വെള്ളിക്കാശ് കർത്താവിന് നൽകണം എന്നുള്ള ഒരു രീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 1/2 ഷെക്കേൽ വീതം ഓരോ വ്യക്തിയും ദൈവത്തിന് വേണ്ടി കൊടുക്കണ്ട
ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യാപാരികളും ഈ നാണയമാറ്റക്കാരും ക്ഷേത്രത്തിലെ ആരാധനയെ ലംഘിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രസക്തി കൊടുക്കേണ്ടതിന് പ്രസക്തി കൊടുക്കാതെ അല്ല അവരുടെ കൂടാരങ്ങൾ അല്ലെങ്കിൽ ആദ്യം ക്ഷേത്ര സമുച്ചയത്തിന് പുറത്താണ് ആലയത്തിന്റെ പുറത്തായിരുന്നു അവർ ഈ കച്ചവട കാര്യങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കയറി കയറി ആ പുറം ഭാഗത്തുനിന്ന് മാറി ആരാധന നടക്കുന്ന ഒരു സ്ഥലത്തോട്ട് അവരുടെ ഈ കച്ചവട കാര്യങ്ങളിലേക്ക് മാറി. ഇത് കണ്ടപ്പോഴാണ് കർത്താവിന് വളരെ ദേഷ്യം വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാലേലൂയ. കർത്താവ് എപ്പോഴും മുൻഗണന നൽകുന്നത്, സ്തോത്രം, ഹാലേലൂയ, സ്പിരിച്വാലിറ്റിക്കാണ്, നമ്മുടെ ആരാധനയ്ക്കാണ്. സ്തോത്രം, ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, ദൈവ വിഷയത്തിലാണ്. ഹാലേലൂയ. അതിന് നമ്മൾ എത്രത്തോളം പ്രയോറിറ്റി നൽകുന്നു അത്രത്തോളം ദൈവവുമായിട്ടുള്ള അനുഗ്രഹങ്ങളെ, ദൈവിക അനുഗ്രഹങ്ങളെ നമ്മുടെ ലൈഫിൽ ഒഴുകിക്കൊണ്ടിരിക്കും. മറ്റു പലതിലും നാം പ്രാധാന്യം നൽകുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മൾ വഴുതി ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും, പല എക്സ്ക്യൂസസ് പറയാനുണ്ടാവും. പക്ഷെ അതൊക്കെ പിശാചിന്റെ ഓരോ ടാക്ടിക്സ് ആണ്, അല്ലെങ്കിൽ തന്ത്രങ്ങളാണെന്ന് അവൻ ഡിസീവ് ചെയ്യുന്ന വഴികളാണ് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നാം ചെയ്യാൻ തയ്യാറാകണം. ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ ആരാധനയുമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സമായി എൻ്റെ ലൈഫിൽ വന്നു നിൽക്കുന്നതിനെല്ലാം കർത്താവ് ചെയ്തതുപോലെ നമ്മൾ പുറത്താക്കേണ്ടത് ആവശ്യമായി പകൽക്കാലം. ഹല്ലേലൂയ. ഞാനും എൻ്റെ അപ്പനുമായി സംസാരിക്കുന്ന, ഞാനും എൻ്റെ അപ്പനുമായിട്ടുള്ള ആരാധനയ്ക്ക്, സ്തുതിക്ക്, പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്താണ്? നമ്മളെ തന്നെ പരിശോധിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി എനിക്കുള്ള പ്രശ്നമായിരിക്കത്തില്ല നിങ്ങൾക്കുള്ളത്. സ്തോത്രം. അതിന് നമ്മളൊന്ന് മനസ്സിലാക്കി ഈ പകൽക്കാലം അതിനെ മനസ്സിലാക്കി അതിനെ കർത്താവ് ആലയത്തെ ക്ലീൻ ചെയ്തെന്ന് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് വസിക്കുന്ന ഒരു ആലയമാണ് നമ്മുടെയൊക്കെ ശരീരം. ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നതാ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ആലയം എന്ന നമ്മുടെ ബോഡിയെ നമ്മൾ കണക്കാക്കേണ്ടത് അത് എത്ര വിശുദ്ധിയോടെ, എത്രത്തോളം ക്ലീൻ ആക്കി, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമാകുന്നതെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞിട്ട്, സ്തോത്രം. കച്ചവടം എന്ന് ഇവിടെ കർത്താവ് ആലയത്തിൽ പറയുമ്പോൾ ഇവിടെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ, കേൾവിയിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെയും വരുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രസാദകരമല്ലാത്തതെല്ലാം നമ്മളെടുത്ത് എന്ത് ചെയ്യണം? ദൂരെ കളയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ട് ഹല്ലേലൂയ നമ്മുടെ ലൈഫിൽ വരുന്നതെല്ലാം, നമ്മുടെ ഭവനത്തിൽ വരുന്നതെല്ലാം നമ്മളെടുത്ത് ദൂരെ എറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. കർത്താവ് വളരെ വളരെ ദേഷ്യത്തോടെ കർത്താവ് അവിടെ വാങ്ങുന്നവരെ വിൽക്കുന്നവരെല്ലാം പുറത്താക്കി കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ ദൈവം കാണുന്നത് ഒരു സ്പിരിറ്റ് ആയിട്ടാണ്. നമ്മൾ എപ്പോഴും അത് തിരിച്ചറിയണം. സ്തോത്രം. എന്നെ കാണുന്ന സുമ സ്പിരിറ്റ്, അല്ലെങ്കിൽ ബിജു സ്പിരിറ്റ്, അല്ലെങ്കിൽ പൊന്നമാന്റെ സ്പിരിറ്റ്, ആ ഒരു നിലവാരത്തിലെ കർത്താവ് നമ്മെ ഓരോരുത്തർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ വചനം ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഈ ബോഡി കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിലാണ്, സത്യത്തിലാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്. സ്തോത്രം. അതിന് കളങ്കം വരുത്തുന്നതൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. അതിന് നമ്മൾ മുൻഗണന നൽകുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കും. ആ ഒരു യാഗത്തിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. മറ്റെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും ഹല്ലേലൂയ കൊടുക്കേണ്ട പ്രയോറിറ്റിയെ നമ്മൾ യഥാർത്ഥമായി കൊടുക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മൾ പ്രസാദിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. പകൽക്കാലം ഞാൻ ഈ ആലോചന പറയുമ്പോൾ സ്തോത്രം, നമ്മളെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ സ്തോത്രം. വേണ്ട വിധത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവേ സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ ആത്മീയതയ്ക്കാണോ ഞാൻ പ്രയോറിറ്റി നൽകുന്നത്, മറ്റെന്തെങ്കിലും ആണോ കർത്താവേ സ്തോത്രം? ഒന്ന് വിചിന്തനം ചെയ്തേ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ദൂരെ കളയേണ്ട സമയം പകൽക്കാലം പരിശുദ്ധാത്മാ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. യെരൂശലേം ദേവാലയത്തെ മുൻനിർത്തി കർത്താവ് കാണിച്ച ദൈവപ്രവൃത്തിയെ ഈ പകൽക്കാലം ആലയമാകുന്ന നമ്മളുടെ ഓരോരുത്തരും ജീവിതത്തോടെ ബന്ധത്തിൽ തുലനം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ, എന്റെ ചിന്താഗതി, എന്റെ വിഷൻ, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള എന്റെ ഫോക്കസ്, കർത്താവേ, ആ സ്പിരിച്വാലിറ്റിക്ക് മുൻതൂക്കം നൽകാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഞാൻ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കർത്താവിനെ വിടുവിക്കണമേ. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ബന്ധത്തിലോട്ട് പരിശുദ്ധാത്മാവുമായിട്ട് കർത്താവേ ദൈവവചനം
വചനപ്രകാരം അലൈൻ ചെയ്തു പോകുന്ന ഒരു ബന്ധത്തിലോട്ട് കർത്താവ് ദിവസങ്ങൾ എന്നെ നടത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കി. ഹാലേലൂയ. നമ്മുടെ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന സകലതും, ഹല്ലേലൂയ, ആരാധന എന്ന് പറയുമ്പോൾ സ്തോത്രം, ദൈവത്തിന് നാം കൊടുക്കുന്നതാ സ്തോത്രം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിന് നന്ദികൾ ഹൃദയത്തോടെ നമ്മുടെ സമയത്തെ കൊടുക്കുന്നത്, പാട്ടോടെ കർത്താവിന്റെ സന്നിധി സ്തുതിക്കാനിരിക്കുന്നത്, പ്രാർത്ഥിക്കാനിരിക്കുന്നത്, ദൈവവചനം ധ്യാനിക്കാനിരിക്കുന്നത്, സ്തോത്രം, നമ്മളെ തന്നെ മുറ്റുമായി കർത്താവിന്റെ ഇഷ്ടത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്നത്, ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആരാധന എന്ന് പറയുന്നത്, സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഈ പകൽക്കാലം നമ്മൾ ഇന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പരിശോധിച്ചേ കർത്താവിന്റെ സന്നിധിയിൽ. ഹാലേലൂയ. ദൈവിക ആരാധനയിൽ, ഹാലേലൂയ, അതിന് തടസ്സമായി എന്റെ ലൈഫിലുള്ള സകലത്തെയും കർത്താവ് നീക്കി കളയണേ കർത്താവെ. അതിനായി എന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പകൽക്കാലം പ്രവർത്തിക്കും. വലിയ ദൈവ പ്രവർത്തികളെ നിങ്ങളുടെ ലൈഫിൽ കാണുവാൻ സ്വർഗം ഇടയാക്കും. ഹാലേലൂയ, ഹാലേലൂയ. ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവം, സ്തോത്രം. ദാവീദിനെ പോലെ, ഹാലേലൂയ, സ്തോത്രം, ചുറ്റും നിൽക്കുന്നവരെന്തോ ആയിക്കോട്ടെ, സ്തോത്രം. ദാവീദ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ആരും സഹായത്തെ, താൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്, പക്ഷെ സഹായത്തിന് പോലും തന്റെ കൂടെ ആരുമില്ല, സ്തോത്രം. ഹാലേലൂയ. സഹായം പ്രതീക്ഷിക്കുമ്പോൾ കൈപ്പാ തിരികെ ലഭിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി ഇന്നുകൊണ്ട് ദാവീദ് ഉറച്ച തീരുമാനമെടുത്തു. ആരും അവനെ പ്രേരിപ്പിച്ചിട്ടല്ല, ആരും അവനോട് പറഞ്ഞിട്ടല്ല, സ്തോത്രം. പക്ഷെ ദാവീദ് തീരുമാനമെടുത്തു, സ്തോത്രം. എന്താ തീരുമാനമെടുത്തത്? സ്തോത്രം. ഹാലേലൂയ. കർത്താവേ സ്തോത്രം. ഹാലേലൂയ. ഞാൻ യഹോവയ്ക്ക്, യഹോവയുടെ നാമത്തെ സ്തുതിക്കും. സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയെക്കാളും പ്രസാദമാകും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ, സ്തോത്രം. ഹാലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ഈ യാത്രയിൽ, സ്തോത്രം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി നമ്മുടെ ലൈഫ് മാറുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം അവന്റെ ആത്മാവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.